ഓം പരാശ്രയശ്രായ നമഃ. 12 ഭാവങ്ങളും ഇൻ്റർ കണക്റ്റഡാണ്. നമ്മൾ ഒരു ഭാവത്തെ തേടിപ്പോയാൽ ആ ഭാവം നമുക്ക് അതിനുതകുന്ന ഫലം നൽകും. ഇത് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. രാശിചക്രത്തിൽ ഒരു ഭാവം കണക്കാക്കാൻ വേണ്ടി നമ്മൾ പല കാൽക്കുലേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഭാവമുനയെ ആധാരമാക്കിയിട്ടുള്ളതിന് കുറച്ചുകൂടി ആക്യുറസി കൂടുമെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒരു ഭാവം ഏതാണെങ്കിലും ഒരു ഭാവം എടുക്കുമ്പോൾ, ഉദാഹരണം ലഗ്നം, ധനുർ ലഗ്നം, ലഗ്നാധിപൻ ഗുരു. ഈ നമ്മൾ കാണാതെ ഇപ്പോൾ ഒരു ഗ്രഹം ലഗ്നത്തിൽ ഇരുന്നാൽ ഈ ലഗ്ന സംസ്ഥേ പുഷ്ടാഫല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങളൊക്കെ അങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാളും നല്ല ലോജിക്ക് വേണം. ലോജിക്കിൽ നിന്ന് വകുത്ത് എഴുതി ഹിഡനാക്കി വെച്ചിട്ടുള്ള പ്രമാണങ്ങളാണ് പലതും. അതുകൊണ്ട് പ്രമാണങ്ങൾ ബേസിക് കോഡുകളാണ്. എങ്കിൽ പ്രമാണങ്ങൾ പഠിച്ചാൽ നമുക്ക് പലതും കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റും. കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ നല്ല നോളജ് ഉണ്ടായിരിക്കണം. പ്രമാണം പഠിച്ചുകൊണ്ട് ഒരിക്കലും ഫലം പഠിച്ചുകൊണ്ട് മാത്രം കാര്യമായിട്ട് ഫലമൊന്നും പറയാൻ പറ്റില്ല, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നിൽപ്പ് ഒന്നാം ഭാവാധീപൻ നിൽക്കുമ്പോൾ, ഒന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടും എന്നുള്ളൊരു ബലം. ഒന്നാം ഭാവത്തിന് 2-ൽ പോയി, 2-നെ നോക്കിപ്പോയാൽ എന്താ? 2 എന്ന് പറഞ്ഞാൽ പണം. ഈ വ്യക്തി, ഒന്നാം ഭാവത്തിൽ എന്ന് പറഞ്ഞാൽ വ്യക്തി തന്നെ പണത്തെ നോക്കി പോകുമ്പോൾ, ഇത് ലഗ്നത്തിന് 2 ഈ നിൽക്കുന്ന വ്യാഴത്തിന് ഇത് 12. അപ്പോൾ 2, 12. അപ്പോൾ ലഗ്നാധിപൻ 2-നെ നോക്കി പോകുമ്പോൾ, പണത്തിനെ നോക്കി പോകുമ്പോൾ, വിദ്യയെ നോക്കി പോകുമ്പോൾ, കുടുംബത്തിന് നോക്കി പോകുമ്പോൾ, 2-ാം ഭാവം കുടുംബമാണ്. ലഗ്നാധിപന് തിരിച്ചു കിട്ടുന്നത് 12-ാം ഭാവത്തിൻ്റെതായ ചിലവായിരിക്കും. കുടുംബത്തെ നോക്കി പോകുമ്പോൾ ലഗ്നാധിപന് ചിലവ് വരും. നമുക്ക് ഇൻ്റർ കണക്റ്റഡ് ആണ്. 3-ാം ഭാവത്തെ നോക്കി പോകുമ്പോൾ മുയർച്ചി, പരിശ്രമം, ധൈര്യം, വീര്യം, ദുർബുദ്ധി, ഇതെല്ലാം പറയാം. 3-ാം ഭാവത്തെ നോക്കി പോകുമ്പോൾ, ഇതിന് 3 ഇത് 11-ാം ഭാവം, റിവേഴ്സ് 11. നല്ലവണ്ണം പരിശ്രമിച്ചാൽ 11-ാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭം. 11-ാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭം കിട്ടും. എത്രത്തോളം പരിശ്രമിക്കുന്നുവോ, ഒരാൾ എത്രത്തോളം പരിശ്രമിക്കുന്നു, റിട്ടേൺ കിട്ടുന്നത് 11-ൻ്റെ ഫലമായ ലാഭം കിട്ടും. ലഗ്നാധിപൻ, അതായത് ഒരു വ്യക്തി 4-ാം ഭാവത്തെ നോക്കി പോകുമ്പോൾ, 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? 4-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി വെച്ചിട്ടുള്ള പണം. ഇത് ഒരെണ്ണം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് കണക്ഷൻ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. 100 കണക്കിന് കാരകത്തുണ്ട് 4-ാം ഭാവത്തിൽ. ഒരു കാരകത്വം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ കണക്ഷൻ വ്യക്തമാക്കുന്ന, എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. കൂട്ടി വെച്ചിട്ടുള്ള പണം നോക്കാം. കുറച്ച് മൂലധനം എന്ന് വേണമെങ്കിൽ നോക്കാം. മൂലധനം ഉണ്ടെങ്കിൽ ഇത് 4-ാം ഭാവം. തിരിച്ച് ഇവിടെ നിന്ന് ഉണ്ടെങ്കിൽ എണ്ണുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 4, 10. 4-ാം ഭാവം നോക്കി പോകുമ്പോൾ 10-ാം ഭാവത്തിൻ്റെ ഗുണം നൽകും. 10-ാം ഭാവത്തിൻ്റെ ഗുണം എന്താണ്? ബിസിനസ് അഥവാ തൊഴിൽ എന്ന് പറയും. തൊഴിലും വേലയും വ്യത്യാസമുണ്ട്. വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ്, തൊഴിൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്, പരാശര മെത്തേഡിൽ. അപ്പോൾ മൂലധനം ഉണ്ടെങ്കിൽ, മൂലധനം നമ്മൾ ഇറക്കിയാൽ, അതായത് മൂലധനം വെച്ച് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്താൽ തൊഴിലുണ്ടാകും. ഇതെല്ലാം കൃത്യമായിട്ട് കൃത്യഗ്രഹങ്ങൾ നിൽക്കുന്നത്, ഇപ്പോൾ 4-ാം ഭാവത്തിന് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാലും രാശിയിൽ ബലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലഗ്നത്തിന് ഇത് ഓക്കെയാണ്. ഓരോ ലഗ്നങ്ങൾക്കും ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഈ ലോജിക്കൽ കണക്ഷൻ പറയുന്നതാണ്.
ലഗ്നാധിപൻ 5 നോക്കിപ്പോയാൽ ഇവിടെ 9-ാം ഭാവം വരും, റിവേഴ്സ്. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്താൽ, പ്ലാനിങ് വെച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്താൽ 9-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടാകും, വളർച്ച, ബിഗ് ഡെവലപ്മെൻറ്റ്. 9ൻ്റെ കണക്കാണ്. അതായത് 5 എണ്ണിക്കഴിഞ്ഞാൽ 9 വരുമല്ലോ. ഇനി 6 നോക്കിപ്പോയാൽ, 6-ാം ഭാവം നോക്കിപ്പോയാൽ 6-ന് ഇത് 8ആണ്. അതിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ ശത്രുഭാവമാണ്. ശത്രുവിനെ നോക്കിപ്പോയാലെന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ പോസിറ്റീവായിട്ട് വേല എന്ന് പറഞ്ഞാൽ ജോബ്, ഭയങ്കര ഉഴയിപ്പ്, ഹാർഡ് വർക്ക് എന്ന് വേണേൽ എടുക്കുക. ഹാർഡ് വർക്കാണെങ്കിൽ, ജോബ് വിത്ത് ഹാർഡ് വർക്കാണെങ്കിൽ 8-ാം ഭാവത്തിൻ്റെ പോസിറ്റീവായ ബലം കിട്ടും. 8-ാം ഭാവത്തിൻ്റെ പോസിറ്റീവായ ബലമാണ് തിടിരധിഷ്ഠം. അതായത് വലിയ പണം, വലിയ സമ്പത്ത്. 8-ാം ഭാവത്തിൻ്റെ ഒരു പോസിറ്റീവ് ബലമാണ്. അപ്പോൾ വലിയ സമ്പത്ത് കിട്ടും. ഇതൊക്കെ ലഗ്നത്തിന് കിട്ടണം. ഏതിനെ നോക്കി പോകുമ്പോൾ തിരിച്ച് കിട്ടണതാണ്. 7-ാം ഭാവത്തെ നോക്കിപ്പോയാൽ, 7-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ നോക്കി പോവുകയാണെങ്കിൽ 7-ാം ഭാവത്തിന് വേറെ കിട്ടും. ഭാര്യയെ മര്യാദയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭാര്യയിൽ നിന്നുള്ള ഭാര്യാസുഖം കിട്ടും. ഇതല്ല കസ്റ്റമറെ നോക്കി പോകണമെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്നുള്ള പണമാണ് 7-ാം ഭാവം. 7ക്ക് 7 തന്നെയാണ്. അപ്പോൾ കസ്റ്റമർ നേരെ തന്നെ ഇരിക്കണതാണ്. കസ്റ്റമറെ നോക്കി നമ്മൾ പോയാൽ കസ്റ്റമറിൽ നിന്ന് റിവേഴ്സ് പണം, നല്ല പണം കിട്ടും. കസ്റ്റമറിൽ നിന്നുള്ള കസ്റ്റമറിൻ്റെ കയ്യിലെ പണം കിട്ടും. ഇത് പല തരത്തിലും 7-ാം ഭാവത്തെ വ്യാഖ്യാനിക്കാം. ഒരെണ്ണം ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. 8-ാം ഭാവം, അത് ഞാൻ നെഗറ്റീവ് വേണമെങ്കിൽ പറയാം, പോസിറ്റീവ് പറയാൻ പറ്റും. കെട്ട പഴക്കങ്ങൾ, ബാഡ് ഹാബിറ്റ്സ് 8-ാം ഭാവത്തിലുണ്ട്. അപകടം, മറ്റുള്ള രോഗങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ബാഡ് ഹാബിറ്റ് നോക്കി പോവുകയാണെങ്കിൽ 6, ഇതിന് 6ആണ്. 1, 2, 3, 4, 5, 6. 6ൻ്റെ ബലമായിട്ടുള്ള രോഗങ്ങൾ നൽകും. കെട്ട വഴക്കമുണ്ടെങ്കിൽ രോഗങ്ങളായിരിക്കും കിട്ടുക എന്നുള്ളത്. ഇനി 9-ാം ഭാവത്തെ നോക്കി പോവുകയാണ്. 9ക്ക് ഇത് 5ആണ്. അത് ഞാൻ വേറൊരു തരത്തിൽ ഉദാഹരണം പറയാം. 9-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങളാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ, ദേവാലയം, നഗരസഭ, മാർഗാലയം എന്നൊക്കെ പറഞ്ഞു പോകൂലേ. ചുരുക്കി ആത്മീയം, ഏത് ജാതിയിലായാലും ആത്മീയമായ കാര്യങ്ങൾ പോയി ചെടിയാൽ 5-ാമത്തേൻ്റെ ബലം കിട്ടും. അതായത് 5-ാമത്തെ 1, 2, 3, 4, 5. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യം. ആത്മീയ കാര്യം ചെയ്താൽ പുണ്യം കിട്ടും. 9 പിതാവിനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുത്രന് വേണ്ടുന്നതെല്ലാം കിട്ടും എന്നുള്ള അർത്ഥം. 9 പിതാവിനെ നോക്കിപ്പോയാൽ പിതാവ് പുത്രന് ഗുണം ചെയ്യും. പിതാവും പുത്രനുമാണ്. 5 പുത്രൻ, 9 പിതാവ്. അങ്ങനെ പല ടൈപ്പിൽ പറയാം. 2ാം കല്യാണം അല്ലെങ്കിൽ ഇതിൽ വരുന്നതാണ് എക്സ്ട്രാ അഫയേഴ്സ്. അപ്പോൾ ഇവിടെ 5 വരുന്ന കഴിയുമ്പോഴത്തേക്കും കള്ളക്കാതലൊക്കെ പറയേണ്ടി വരും. നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഞാനിവിടെ പോസിറ്റീവ് ഒരെണ്ണം ഒരു ടൈപ്പിൽ പറഞ്ഞു, വേറെ ഒരെണ്ണം വേറെ ടൈപ്പിൽ പറയുന്നു. ഇനി ഇതിങ്ങനെ 10-ാം ഭാവം എന്ന് പറഞ്ഞാൽ തൊഴിൽ, ബിസിനസ്സിനെ നോക്കി പോവുകയാണെങ്കിൽ എന്ത് കിട്ടും? 4-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി വയ്ക്കാൻ പറ്റുന്ന പെരും പണം. ബിസിനസ്സിന് നോക്കി പോകണമെങ്കിൽ പെരും പണം കിട്ടും. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 പണം കൂട്ടി വയ്ക്കുക എന്നുള്ളതാണ് 4-ാം ഭാവത്തിൻ്റെയാണ്. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കാറ്, വാഹനങ്ങൾ കിട്ടും, വലിയ വീട് കിട്ടും, വലിയ ഇടങ്ങൾ, സ്ഥലങ്ങൾ കിട്ടും. അതൊക്കെ 10-ന് 4. അപ്പോൾ ബിസിനസ് ചെയ്താൽ സ്ഥലം കിട്ടുമെന്ന് അർത്ഥം. 11-നെ നോക്കി പോകുമ്പോൾ 3 കിട്ടും. 12-നെ നോക്കി പോകുമ്പോൾ 2 കിട്ടും. അത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കും, എനിക്കറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർ കണക്ഷൻസാണ്. ഓരോ ഭാവങ്ങൾ തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. ലഗ്നാധിപൻ എന്തിനെ നോക്കി പോകുന്നുവോ നേരെ അതിൻ്റെ 2-നെ നോക്കി പോകുമ്പോൾ 2ക്ക് 12ആണ്. അപ്പോൾ 12ൻ്റെ ബലമായിരിക്കും കിട്ടുക. 3-നെ നോക്കി പോകുമ്പോൾ 3ക്ക് 11ആണ്. അപ്പോൾ 11ൻ്റെ ബലം കിട്ടും. 4ക്ക് 10ആണ്. 4-നെ നോക്കി പോകുമ്പോൾ 10ൻ്റെ ബലം കിട്ടും. 5-നെ നോക്കി പോകുമ്പോൾ 9ൻ്റെ ബലം കിട്ടും. 6-നെ നോക്കി പോകുമ്പോൾ 8ൻ്റെ ബലം കിട്ടും. 8ൻ്റെ പണി കിട്ടുമെന്നൊക്കെ പറയില്ലേ. 6-നെ നോക്കി, 6 എന്ന് പറഞ്ഞാൽ ശത്രുവിനെ നോക്കി പോയി 8ൻ്റെ പണി കിട്ടുമെന്ന് പറയും. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ എന്താ? അപകടം, മരണം, സൺഡേ സച്ചരവുകൾ,
കേസുകൾ, അപവാദങ്ങൾ, പ്രശ്നങ്ങൾ. അപ്പോൾ ശത്രുവിനെ നോക്കിപ്പോയാൽ ശത്രു ഉണ്ടാക്കിയാലും കിട്ടും, 8ൻ്റെ പണി കിട്ടുമെന്ന് പറയുന്നതാണ്. ഇത് സാധാരണ മലയാളത്തിൽ പറയാറില്ല, 8ൻ്റെ പണി കിട്ടുമെന്ന്. 8ൻ്റെ പണിയാന്ന് നിനക്കറിയെന്ന് പറഞ്ഞാൽ 8ാം ഭാവത്തിൻ്റെ പണിയായിട്ടുള്ള സർവപ്രണാശോ വിവിധോപവാദോ ഹേതുപ്രദേശ മരണശേഷം. ഞാനിത് എപ്പോഴും പറയണം, നിങ്ങൾക്ക് കേട്ട് പഠിക്കാനാണ്, ബേസിക്കാണ്. അപ്പോൾ ഇതെല്ലാം വരും. 7നെ നോക്കിപ്പോയാൽ 7ൻ്റെ പണി കിട്ടും. 7 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ആളുകളാണ്. നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നോ അത് തന്നെയായിരിക്കും തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് 7ാം ഭാവത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. സപ്തമോ ആണ്. നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കുന്നോ അത് തന്നെ കിട്ടും. അതായത് നമ്മളുടെ ഫ്രണ്ടിലുള്ള കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമുക്ക് മുമ്പിൽ വരുന്നവർ, ഞാൻ ഏത് മേഖലയായി കണക്ട് ചെയ്യുന്നോ, എന്നെ വേണ്ടുന്നവർ, എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വരുന്നവരാണ് എൻ്റെ 7ാം ഭാവം. അവരുടെ കയ്യിൽ എന്താണുള്ളത് അത് എനിക്കും കിട്ടും. അതുകൊണ്ട് 7ക്ക് 7ആണ്. 8ക്ക് 6, 9ക്ക് 5, 10ക്ക് 4, 11ക്ക് 3, 12ക്ക് 2. ഇത്തരത്തിൽ നമുക്ക് ഫലം എടുക്കാവുന്നതാണ്. ഇതാണ് സീക്രട്ട് ഇൻ്റർ കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഭാവാസ്. ഐ എക്സ്പ്ലെയിൻഡ് ഓൾ ദി 12 ഭാവാസ് ആൻഡ് ഇറ്റ്സ് ഇൻ്റർ കണക്ഷൻസ്. ഇത് ഗുരുമുറയായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഫലം പറയാനായിട്ട് സാധിക്കും. പിന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.